ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയിലെ കേട്ടത്തെ പഠിതാക്കളെ, ഈ ഒരു പ്രീ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫോക്കസിന്റെ ഫാമിലിയിൽ അംഗങ്ങളല്ലാത്ത പുതുതായി ഈ ഒരു ലൈവ് സെഷനിലേക്ക് മാത്രം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പഠിതാക്കളെ, നമുക്കറിയാവുന്ന പോലെ കേട്ടറ്റ് എക്സാം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് എന്തായാലും ക്വാളിഫൈ ചെയ്തേ മതിയാവും എന്ന രൂപത്തിലേക്ക് നിർബന്ധിതരായ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കേട്ടറ്റ് നേടൽ നിർബന്ധമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ കൂടെ ഒരുപാട് ആളുകൾ ഇപ്പോ പ്രിപ്പറേഷൻ കാര്യമായി നോക്കുന്ന ആളുകളുണ്ട്. എല്ലാവരെയും ലക്ഷ്യം വെച്ചാണ് നമ്മൾ കുറഞ്ഞ ദിവസമാണെങ്കിലും ഈ ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞൊരു സെഷൻ നമ്മൾ എല്ലാവരും ഏകദേശം കേട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇന്നിപ്പോൾ അതിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അതില് കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അറബിക് കേട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേട്ടറ്റില് PSC, അതുപോലെ തന്നെ ഫോക്കസ് അക്കാദമിയിൽ PSC, അതുപോലെ കേട്ടറ്റ് കോച്ചിങ്ങുകളിലൊക്കെ അറബിക് പെഡഗോജി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഫാത്തിമ മുനവ്വിറ മാമാണ് നമുക്കിന്ന് ഈ ഒരു വിഷയം ലീഡ് ചെയ്യുന്നത്. അറബിക് പെഡഗോജിയാണ്. ഇതിന്റെ പ്രാധാന്യം ആരെയും പ്രത്യേകം ബോധ്യപ്പെടുത്തേണ്ടതില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയ പോലെ ഒരു ചെറിയ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന വിഷയങ്ങളല്ല ഇപ്പൊ ഈ പറയപ്പെടുന്ന അറബിക് പെഡഗോജി ആയിരുന്നാലും മറ്റു നമുക്ക് കേട്ടറ്റിന് പഠിക്കാവുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു അവരുടെ പഠനത്തിലുള്ള ഒരു റിവിഷൻ എന്ന അർത്ഥത്തിലും ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യമാവുന്നവ ഒന്നുകൂടെ പഠിക്കാനും, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ജസ്റ്റ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു നല്ലൊരു വഴികാട്ടിയായിട്ടുമാണ് ഇത്തരം വെബിനാർ നമ്മൾ വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ചിലരെങ്കിലും ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നിന്ന് 1-2 തവണയൊക്കെ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് മാറുന്ന ആളുകൾ ഉണ്ടാവും. അവരോട് പറയാനുള്ളത്, ഏത് വിഷയത്തെയും നമ്മൾ എങ്ങനെ സമീപിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്കത് സ്വായത്തമാക്കാൻ സാധിക്കുക. ഫോക്കസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ പരിചയം വെച്ചിട്ട് ഒരുപാട് ആളുകൾ, ഒന്നും അറിയാത്ത ആളുകൾ നമ്മുടെ അടുക്കൽ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ പറയും, സർ ഞാൻ 12 വർഷം അല്ലെങ്കിൽ 10 വർഷം 8 വർഷക്കായി ടച്ച് വിട്ടിട്ട്, പ്രിലിമിനറി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഉടനെ വിവാഹം കഴിഞ്ഞു, പിന്നെ പഠിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് കൂടുള്ള ആളുകളൊക്കെ ജോലിയിൽ പ്രവേശിച്ചു. അപ്പൊ അവർക്ക് പിന്നെ ആകെ എന്നെക്കാളും എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉള്ളത് കേട്ടറ്റ് മാത്രമാണ്. അപ്പൊ എനിക്ക് കേട്ടറ്റ് കൂടെ ഉണ്ടെങ്കിൽ ഇതേപോലെ ടീച്ചർ ആവായിരുന്നു എന്ന് അറിയുന്നത് പോലും ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിച്ചിരുന്ന ആളുകൾ അൽഹംദുലില്ലാ ഒരു ചെറിയ ടേമിലെ കോച്ചിങ്ങിലൂടെ, പഠനത്തിലൂടെ തന്നെ അവർ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തു. ചിലർ PSC ലിസ്റ്റിൽ വന്നു, ജോലിയിൽ പ്രവേശിച്ചു. ചിലരാവട്ടെ ഇപ്പോൾ PSCക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ മുൻധാരണകളൊക്കെ മാറ്റിവെച്ച് ഓരോ വിഷയത്തെയും, സിലബസിലുള്ള ഓരോ വിഷയത്തെയും കൃത്യമായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. അപ്പൊ അതിനുള്ള ഒരു നമുക്കുള്ളൊരു വഴികാട്ടി എന്ന അർത്ഥത്തിൽ നിങ്ങൾ ഈ ഒരു വെബിനാറിനെ കാണാവൂ എന്നുകൂടെ ഓർമ്മപ്പെടുത്താണെന്ന് വെച്ചാൽ, ഈ ഒരു 10 ദിവസത്തെ നമ്മുടെ ഈ ഒരു വെബിനാറിലൂടെ എല്ലാവർക്കും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്നൊന്നും നമ്മൾ വലിയ വീമ്പിളക്കുന്നില്ല. മറിച്ച് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇൻഷാ അല്ലാഹ് ഈ കേട്ടറ്റ് എക്സാം അഥവാ നമുക്ക് വേണ്ട രൂപത്തിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും എനിക്കിത് പഠിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കും എന്ന രൂപത്തിലേക്ക് നമ്മളെ ഉയർത്തുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് കൂടെ എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് സെഷൻ കൈകാര്യം ചെയ്യുന്നത് ഫാത്തിമ ടീച്ചറാണ്. ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഫാത്തിമ ടീച്ചറോട് വളരെ സ്നേഹത്തോടു കൂടി ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
അപ്പോ സാറ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ റീസെന്റ് ആയിട്ട് നടക്കുന്ന പരീക്ഷകളിലൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് പെഡഗോജി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ എക്സാമുകൾ എഴുതിയ ആളുകൾക്കും കേട്ടിട്ടും അതുപോലെ PSC പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും പെഡഗോജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കേട്ടറ്റിലൊക്കെ കേട്ടറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ ഏരിയയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, അല്ലെ? കേട്ടറ്റിലെ 30 ക്വസ്റ്റ്യൻ ഒരേ സെയിം ഏരിയയിൽ നിന്ന് വരുന്നത് പെഡഗോജിയിലാണ്. ഒരേ ഭാഗത്തുനിന്ന് 30 ക്വസ്റ്റ്യൻസ് ആണ് പെഡഗോജിന്ന് കേട്ടറ്റ് പരീക്ഷയ്ക്ക് വരുന്നത്. ഇനി PSC പരീക്ഷ നമ്മൾ എടുത്തു നോക്കിയാലോ, ആ 80 അറബി 80 ക്വസ്റ്റ്യനുകളിൽ ഒരു 10 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ വരെ എന്ത് ചെയ്യാറുണ്ട്, പെഡഗോജിയുടെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. എല്ലാ ഏരിയക്കും, സിലബസിലെ എല്ലാ ഏരിയക്കും, അപ്പോ എല്ലാ ഏരിയക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇപ്പൊ PSCയിൽ ക്വസ്റ്റ്യൻ വരുന്നത്. പണ്ട് വെറും അദബായിരുന്നു, അല്ലെ? സാഹിത്യം അങ്ങോട്ട് അദബുൽ ജാഹിലി മുതൽ അദബ് അസർ ഹദീസ് വരെയുള്ള ഭാഗം കലക്കി കുടിക്കലായിരുന്നു. അപ്പൊ അതൊക്കെ മാറി പെഡഗോജിക്ക് 10-15 മാർക്ക്, ട്രാൻസ്ലേഷനിൽ എത്ര മാർക്ക്, ഇന്ത്യൻ ലിറ്ററേച്ചർ എത്ര മാർക്ക്, പിന്നെ സാധാ അദബുൽ അറബിക്ക് 1 മാർക്ക്, അങ്ങനെ പല രീതിയിൽ എല്ലാ ഭാഗവും ഒരുപോലെ എന്താണ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇപ്പോ മാർക്കുകൾ വരുന്നത്. അപ്പോ പെഡഗോജി അതേ സെയിം ഇമ്പോർട്ടൻസോട് കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഇത് മുൻപ് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പെഡഗോജിയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഉത്തരം അറിയാത്തവർ വളരെ വിരളേ ഉണ്ടാവുള്ളൂ. ഉത്തരം എല്ലാവർക്കും അറിയും, പക്ഷെ പ്രശ്നം വരൽ എവിടെയാണ്? ചോദ്യം മനസ്സിലാക്കുന്നിടത്താണ്. ചോദ്യം മനസ്സിലാവാതിരിക്കുന്നിടത്താണ് പെഡഗോജിയിൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാറുള്ളത്. അപ്പോ ആ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, ഫസ്റ്റ് നമുക്ക് മുൻ വർഷങ്ങളിൽ വന്ന PSCയുടെയും കേട്ടറ്റിന്റെയും ക്വസ്റ്റ്യനുകൾ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷനും കൂടെ പറയും. പ്രധാനപ്പെട്ട ഏരിയകൾ മാത്രം പറഞ്ഞുകൊണ്ട് പോവാണ്. നോക്കൂ, നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, ചാറ്റ് ബോക്സിന്റെ അകത്ത്, കമന്റ് ബോക്സിന്റെ അകത്ത് ആൻസർ ഇടുക. നോക്കൂ, യെസ്, ക്വസ്റ്റ്യൻ വായിക്കുക, 4 ഓപ്ഷൻ വായിക്കുക. ഏതാണോ ആൻസർ അത് A ആണോ, B ആണോ, C ആണോ, D ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് ഇടുക. യെസ്, ചെയ്തോളൂ. യെസ്, ഓക്കെ, ഗുഡ്. അതെ, ആൻസേഴ്സ് വരുന്നുണ്ട്. എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കണം. ഒരാൾ ഇട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ ഇടാതിരിക്കരുത്. ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക. യെസ്, അപ്പൊ എന്താണ് ഈ ചോദ്യം? يلزم على المدرس معرفة خلفية الدارسين الفردية والعائلية على طريق ما يلي. എന്താണ് പറഞ്ഞത്, അല്ലെ? ഒരു അധ്യാപകന് എൽസിമു അൽ മുദരിസ്, എന്താ എൽസിമു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? യെസ്, നിർബന്ധമാണ്, അല്ലെ? നിർബന്ധമാണ്, കമ്പൽസറി ആണ്. ഒരു അധ്യാപകന്റെ മേൽ കമ്പൽസറി ആണ്. എന്താ കമ്പൽസറി, എന്താ നിർബന്ധമായിട്ടുള്ളത്? മഅരിഫ ഖൽഫിയ. മഅരിഫ എന്ന് പറയുമ്പോ അറിയുക. എന്തറിയുക? ഖൽഫിയത്ത്, ബാക്ക്ഗ്രൗണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയൽ നിർബന്ധമാണ്, അല്ലെ? അൽ ഫർദിയ വൽ ആലിയ, കുട്ടിയുടെ പേഴ്സണൽ ആയിട്ടും കുടുംബപരവുമായിട്ടും ഒക്കെയുള്ള നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയൽ നിർബന്ധമാണ്. അപ്പൊ ഇത് മായലി, താഴെ കൊടുത്ത ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നാണ് ചോദ്യം. അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ. സിയാറത്തുൽ ബുയൂത്ത്, കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുക, അല്ലെ? സിയാറത്തുൽ ബുയൂത്ത്, കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അത്തവാസുൽ മഅൽ ഔസിയ, അല്ലെ? പാരന്റ്സുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മുലാഹവത്തുൽ ദാരിസിനൽ മുസ്തമിറ, കുട്ടികളെ എന്താണ് വളരെ കണ്ടിന്യൂസ് ആയിട്ട്, മുസ്തമിറ പറയുമ്പോൾ വളരെ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായി കുട്ടികളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് ഏതാണ്? യെസ്, കുല്ലു മാ സബഖ സഹീഹ്. ഇതിൽ എല്ലാം ശരിയാണ്. ഇത്രയും ഓപ്ഷൻസ് ഇതിന്റെ അകത്തുണ്ട്. യെസ്, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക, അല്ലെ? കറക്റ്റ് ആണ്. യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ എവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ഇത് നമ്മുടെ ഇപ്പോ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണം കഴിഞ്ഞു. ഹാൻഡ് ബുക്കുകളുടെ ഓരോ ഫസ്റ്റ് പാർട്ടുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിലെ സെക്കൻഡ് പാർട്ട് ഇപ്പൊ 4ാമത്തെ യൂണിറ്റ് വരെയുള്ള ഹാൻഡ് ബുക്കുകളാണ് ഇപ്പൊ റെഡി ആയിട്ടുള്ളത്. അതിന്റെ ബാക്കി ഭാഗം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ പഴയ ഹാൻഡ് ബുക്കുകളിൽ, അതായത് ഇപ്പൊ നിലവിൽ ഇല്ലാത്ത ഇതിന് മുമ്പത്തെ ഹാൻഡ് ബുക്കുകളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോഴും അപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാ ഇവിടെ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു. സോറി, നമ്മള് കുട്ടികളുടെ നോക്കിയേ, കുട്ടികള് നമ്മള് നിർബന്ധമായി നമ്മൾ അധ്യാപകര് മെന്ററിങ് ചെയ്യണം. തൗജീഹു തർബവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം ആ പഴയ ഹാൻഡ് ബുക്കുകളിൽ പറഞ്ഞിരുന്നു. തൗജീഹു തർബവി എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്ററിങ് നടത്തുക അല്ലെ. അവിടെ മുഅല്ലിം മുവജ്ജിഹാണ്, അധ്യാപകൻ ഒരു മെന്ററാണ്. വദാരിസ് വിദ്യാർത്ഥി എന്താണ്? മുവജ്ജഹുൻ മെന്റിയാണ്, മെന്റി. ഓക്കെ, ആ വാക്കും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ. മുവജ്ജിഹ് മെന്ററും മുവജ്ജഹ് മെന്റിയും. വിദ്യാർത്ഥി മെന്റിയാണ്, അധ്യാപകൻ മെന്ററാണ്. അപ്പോ നമുക്കറിയാം, ഒരു കുട്ടിയെ മെന്ററിങ് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയണം. കുട്ടിയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളോ കുട്ടിയുടെ പേഴ്സണൽ പ്രശ്നങ്ങളോ ഒക്കെ അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടി പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഹാൻഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? തുർക്കുൽ താരിഫുൽ ഖൽഫി, കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സിയാറത്തുൽ ബുയൂത്ത്, ഹോം വിസിറ്റ് നടത്താം. ആ തവാസുൽ മഅൽ ഔസിയ, പേരൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ നടത്താം. അതുപോലെ മുലാഹത്തു ദാരിസിൽ മുസ്തമിറ, കുട്ടികളെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാം. ഇത്രയും കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഒരു കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം, ഈ ഒരു ചോദ്യമാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം ട്രാൻസ്ലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അരബിക്. ഇപ്പോ പെഡഗോജിയിൽ വരുന്ന ചോദ്യങ്ങളിൽ 1, 2, 3 ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേഷൻ ബേസിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന എക്സാമിലൊക്കെ നമുക്ക് കാണാം. കേട്ടറ്റിലാണെങ്കിൽ 3, 4 ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പില് ട്രാൻസ്ലേഷൻ കാണാം. PSCയിലും ഇങ്ങനെ വരാറുണ്ട് ഇപ്പോ, അല്ലെ? ടെർമിനോളജിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. യെസ്, അരീബ് എന്താണ് അരീബ് എന്ന് പറഞ്ഞാൽ? യെസ്, അരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരീബ് അറബീകരിക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക. തീമാറ്റിക് എഡിറ്റിംഗിന്റെ അറബി എന്താണെന്നാണ് ചോദ്യം. തഹ്രീറു തർക്കീബി, തഹ്രീറുൽ മബ്ഹസി, തഹ്രീറുൽ അശ്റൂമി, തഹ്രീറു തർത്തീബി. ഇതിൽ ഏതാണ് തീമാറ്റിക് എഡിറ്റിംഗ്? അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ഭാഗം, ഈ എഡിറ്റിംഗ് എന്ന് പറയുന്ന എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പലപ്പോഴും പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. കേട്ടറ്റിന് വന്നിട്ടുണ്ട്, PSCക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഭാഗം മനസ്സിലാക്കണം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആ എഡിറ്റിംഗിന്റെ ഭാഗമാണ്. ഓക്കെ, എഡിറ്റിംഗിന്റെ ഭാഗത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ശ്രദ്ധിക്കൂ, സ്ക്രീനിലേക്ക് നോക്കൂ എല്ലാവരും. യെസ്, ഇവിടെ ആൻസർ വരുന്നത് തഹരീറുൽ മബ്ഹസി ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓപ്ഷൻ സി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് വൺ തഹരീറുൽ മബ്ഹസി ആണ് തീമാറ്റിക് എഡിറ്റിംഗ്. അപ്പോ ബാക്കിയുള്ള എഡിറ്റിങ്ങൾ ഏതാണെന്നുള്ളതും അതിന്റെ അറബിയും ഇംഗ്ലീഷും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് പറയുന്നത്, നമ്മളൊരു കുട്ടിയിലേക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ആ ആക്ടിവിറ്റി പ്രസന്റ് ചെയ്ത് കുട്ടിയുടേതായിട്ടുള്ള ആൻസറുകൾ തന്നതിന് ശേഷം നമ്മളൊരു ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. യഖൂമുൽ മുഅല്ലിം ബിഅമലിയത്തു തഹരീരി വതഹ്സീൻ എന്ന് നമ്മളൊക്കെ ലെസൺ പ്ലാനിൽ എന്ത് ചെയ്യാറുണ്ട്? എഴുതാറുണ്ട്, അല്ലെ? അധ്യാപകൻ എന്ത് ചെയ്യുന്നു? അത് തിരുത്തി കൊടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, നന്നാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറയില്ലേ? അതിന്റെ ഒരു പ്രോസസ്സാണ് ഈ ഒരു അമലിയത്തു തഹരീർ, എഡിറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 4 ടൈപ്പ് എഡിറ്റിംഗ് ആണ് നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. തഹരീറുൽ മബ്ഹസി, തഹരീറു തർക്കീബി, തഹരീറുൽ അശ്റൂമി, തഹരീറു തഹ്ജിഅ അവി തർക്കീബ്. തീമാറ്റിക് എഡിറ്റിംഗ്, അതുപോലെ സിൻടാക്റ്റിക് എഡിറ്റിംഗ്, മോർഫോളജിക്കൽ എഡിറ്റിംഗ്, സ്പെല്ലിംഗ് എഡിറ്റിംഗ്. ഇങ്ങനെയാണ് ഹാൻഡ് ബുക്കിന്റെ അകത്ത് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് തഹരീറുകൾ. അപ്പൊ ഇതിന്റെ ഇംഗ്ലീഷ് അതുപോലെ പഠിക്കണുണ്ട്. തഹരീറുൽ മബ്ഹസി, തീമാറ്റിക്, തർക്കീബി, സിൻടാക്റ്റിക്, അശ്റൂമി, മോർഫോളജിക്കൽ, തഹ്ജിഅ, സ്പെല്ലിംഗ്. ഓക്കെ, അപ്പൊ എന്താണ് ഇത് ഓരോന്നും എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ 4 തീമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ, തീമാറ്റിക് എഡിറ്റിംഗ് തഹരീറുൽ മബ്ഹസി എന്ന് പറയുന്നത്, നമ്മളിപ്പോ വിദ്യാർത്ഥിക്ക് ഒരു വിഷയം എഴുതാൻ കൊടുത്തു. അപ്പോ ആ കുട്ടി അതിനോട് കൃത്യമായി ആ ഒരു പൂർണ്ണമായും ആ വിഷയത്തിന്റെ രീതി ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കലാണ് തീമാറ്റിക് എഡിറ്റിംഗ്. അൻതകൂനൽ മുദക്കിറ അൻ സിബാഹ, ഇപ്പൊ ഒരു സിബാഹയെ കുറിച്ച് ഒരു മുദക്കിറ എഴുതാൻ പറഞ്ഞാൽ അത് മുവാഫിഖത്തുൽ മൗഖിഫിൽ കാമിലൻ, പൂർണ്ണമായും അതിനോട് സ്യൂട്ടബിൾ ആയിരിക്കണം, യോജിച്ചതായിരിക്കണം. അതിനൊരു ബിദായ, ഒരു സ്റ്റാർട്ട് വേണം, ഒരു തുടക്കം വേണം, നിഹായ, ഒരു എൻഡ് വേണം, ഒരു കണ്ടന്റ് വേണം. അപ്പൊ കൃത്യമായിട്ട് കുട്ടി അതൊക്കെ ഫോളോ ചെയ്തിട്ടാണോ എഴുതിയിട്ടുള്ളത്? ആ വിഷയത്തോട് യോജിക്കുന്നത് തന്നെയാണോ?
ആ രീതിയിൽ നോക്കിയിട്ട് നമ്മൾ നടത്തുന്ന എഡിറ്റിംഗ് ആണ് എന്ത് തീമാറ്റിക് എഡിറ്റിംഗ്. അതിന് അറബിൽ തഹരീർ അൽ മബ്ഹത്തി എന്നാ പറയാ, തഹരീർ അൽ മബ്ഹത്തി. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോ തീമുകൾ, അതിന്റെ വിഷയത്തെ മദ്മൂനിനെ കുറിച്ചിട്ടുള്ള എഡിറ്റിംഗ് ആണ് തീമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ നോക്കിയാൽ തഹരീർ തെർക്കീബി, സിൻഡാക്റ്റിക് എഡിറ്റിംഗ് അല്ലെ. തഹരീർ തെർക്കീബി എന്ന് പറയുന്നത് എന്താണ്? സിൻഡാക്റ്റിക് എഡിറ്റിംഗ്. അത് 3 വിധത്തിലുണ്ട്, പ്രധാനമായിട്ടും 3 വിധത്തിലുണ്ട്. ഒന്നാമത്തെ നോക്കിയേ തഹരീർ ഫിൽ കലിമാത്തിൽ മുത്തസായിദ, പിന്നെയോ തഹരീർ ഫിൽ കലിമാത്തിൽ മഫ്കൂദ, തഹരീർ ഫിൽ കലിമാത്ത് ഗൈറു തെർത്തീബിയ. ഇങ്ങനെ 3 രീതിയിൽ സിൻഡാക്റ്റിക് എഡിറ്റിംഗ് വരും. സിൻഡാക്റ്റിക് ആണ് കേട്ടോ, മറക്കരുത്. തെർക്കീബി എന്ന് പറയുമ്പോൾ എന്താണ്? സിൻഡാക്റ്റിക് ആണ്. സിൻഡാക്റ്റിക് എന്ന് വെച്ചാൽ ഈ എക്സസ് വേർഡ് എഡിറ്റിംഗ്. കുട്ടികൾ എഴുതുമ്പോൾ ആവശ്യമില്ലാത്ത പദങ്ങൾ എക്സ്ട്രാ ആഡ് ആയിട്ട് വരും, അതിനെ തിരുത്തി കൊടുക്കലാണ് തഹരീർ ഫിൽ കലിമാത്തിൽ മുത്തസായിദ അഥവാ എക്സസ് വേർഡ് എഡിറ്റിംഗ്. ഈ ചില സമയങ്ങളിൽ കുട്ടികൾ സെന്റൻസുകൾ എഴുതുമ്പോൾ അതിൻ്റെ അത് ചില വേർഡ്സ് മിസ്സിംഗ് ആയിട്ട് വരും, അതാണ് മിസ്സിംഗ് വേർഡ് എഡിറ്റിംഗ്. തഹരീർ ഫിൽ കലിമാത്തിൽ മഫ്കൂദ എന്ന് പറയുന്നത് മിസ്സിംഗ് വേർഡ് എഡിറ്റിംഗ്. ഇനിയോ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമം തെറ്റിച്ചും അവനെയൊക്കെ തെറ്റിച്ച് എഴുതുകയാണെങ്കിൽ, സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ കാണാത്തവരുണ്ടോ? അത് സ്ക്രീൻ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. സ്ക്രീൻ കാണാത്തവരുണ്ടോ? കാണുന്നില്ലേ? യെസ്, ഓക്കെ, കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്യൂ ആയിരിക്കും, ഒന്ന് റീജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ദെൻ റോങ് വേർഡ് എഡിറ്റിംഗ് അല്ലെ. റോങ് വേർഡ് എഡിറ്റിംഗ്, തെറ്റായ പദങ്ങൾ. ഈ 3 രീതിയിൽ കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരുമ്പോൾ അത് തിരുത്തി കൊടുക്കലാണ് ഈ പറയുന്ന തെർക്കീബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ട, ഹാദാ ഹുവ വലത്, ഇതൊരു കുട്ടിയാകുന്നു എന്ന് പറയുമ്പോൾ ഹാദാ വലത് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇങ്ങനെ കുട്ടികൾ എക്സ്ട്രാ പദങ്ങൾ എഴുതുമ്പോൾ അത് നമുക്ക് തിരുത്തി കൊടുക്കാം. അതാണ് തഹരീർ ഫിൽ കലിമാത്തിൽ മുത്തസായിദ. പിന്നെയാണ് മിസ്സിംഗ് വേർഡ് എഡിറ്റിംഗ്. ഓക്കെ, മിസ്സിംഗ് ആയിട്ടുള്ള പദങ്ങൾ ഇതാക്കുക. അപ്പൊ എന്നാൽ കിതാബു അത്വാവില, പുസ്തകം മേശ, പുസ്തകം മേശമേലുണ്ട് എന്ന് പറയണമെങ്കിൽ അല വേണം, അല മിസ്സായി പോയി. അപ്പൊ ഇങ്ങനത്തതും എന്താണ്? മിസ്സിംഗ് വേർഡ് എഡിറ്റിംഗ് ആണ്. പിന്നെ കണ്ടോ, ആ തുഫാഹ വലതു അക്കല, കുട്ടി ആപ്പിൾ തിന്നു എന്നാണ്. അക്കൽ വലതു തുഫാഹ എന്നുള്ളത് തുഫാഹൽ വലതു അക്കല. ഇങ്ങനെ സെന്റൻസുകൾ ഗൈറു തെർത്തീബി ആയിട്ട് വേർഡ്സ് എഴുതുക. ഇത് 3ഉം തെർക്കീബിയിൽ വരുന്നതാണ്, അഥവാ സിൻഡാക്റ്റിക് എഡിറ്റിംഗ്. മറക്കരുത്, തഹരീർ തെർക്കീബി അഥവാ സിൻഡാക്റ്റിക് എഡിറ്റിംഗ്. ഓക്കെ, എക്സസ് വേർഡ്, മിസ്സിംഗ് വേർഡ്, റോങ് വേർഡ്. ഇനിയോ മോർഫോളജിക്കൽ എഡിറ്റിംഗ്. 3ാമത്തതാണ് നമ്മുടെ മോർഫോളജിക്കൽ എഡിറ്റിംഗ്, തഹരീർ അൽ ആശ്റൂമി. മോർഫോളജിക്കൽ എഡിറ്റിംഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ് ശരിക്കും നമ്മുടെ ഗ്രാമറ്റിക്കൽ നിയമങ്ങൾ, നമ്മുടെ മുദക്കർ, മുഅന്നസ് അത്തരത്തിലുള്ള നിയമങ്ങളിലൊക്കെ വരുന്ന തെറ്റുകൾ വരുന്നത് ആശ്റൂമിയിലാണ്, അഥവാ മോർഫോളജിക്കൽ എഡിറ്റിംഗിലാണ്. അപ്പൊ ഇവിടെ നോക്കിയ അൽ മിസാൽ റഹബ റാഷിദ് സൂഖി ഗദൻ, നാളെ റാഷിദ് അങ്ങാടിയിലേക്ക് പോയി. നാളെ റാഷിദ് അങ്ങാടിയിലേക്ക് പോയി എന്ന് പറയുമ്പോ എങ്ങനെയാ? നാളെ എന്തായാലും പോയി എന്ന് പറയുമല്ലോ, നാളെ പോകും എന്നല്ലേ പറയാ. ഇവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ തെറ്റാണ്. നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ് എഴുതി കൊണ്ടുവരാ നമ്മൾ വർക്ക് കൊടുക്കുമ്പോ. അപ്പൊ എന്താണ്? നമ്മൾ ഇതിനെ ഇത്തരത്തിലുള്ള എഡിറ്റിംഗ് നടത്താം. ഫിഅലുകളിൽ വരുന്ന തെറ്റുകൾ, യദ്ഹബു റാഷിദ് സൂഖി ഗദൻ എന്നാണ് അവിടെ വേണ്ടത്. ദഹബ് എഴുതുമ്പോ തെറ്റാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഫിഅലുകളുടെ രൂപത്തിൽ വരുന്ന തെറ്റുകളൊക്കെ മോർഫോളജിക്കൽ എഡിറ്റിംഗിലാണ് വരിക. പിന്നെയോ ലാസിമും മുതഅദ്ദിയും തമ്മിൽ വരുന്ന തെറ്റുകൾ അല്ലെ. ഇൻകസറൽ വലതു സുജാജ അല്ലെ. ഇൻകസറ എന്നുള്ളത് എന്താണ്? മുതഅദ്ദി അല്ല, ലാസിമായ ഫിയലാണ് അല്ലെ. അപ്പൊ ഇൻകസറ സുജാജു എന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ലാസിമായ ഫീല് എന്താണ്? ലാസിമും മുതഅദ്ദിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന തെറ്റുകൾ മോർഫോളജിക്കൽ എഡിറ്റിംഗ് ആണ്. പിന്നെ മുദക്കർ മോനസ് തെറ്റ് വരും. കണ്ടോ, ജലസ ഫാത്തിമ, ഫാത്തിമ ഇരുന്നു, കുട്ടികൾ താവൊക്കെ ഇടാൻ മറക്കും. ജലസ ഫാത്തിമ, അപ്പൊ ജലസത്ത് ഫാത്തിമ എന്നാണ് വേണ്ടത്. ഇങ്ങനെ മുദക്കർ മോനസിൽ വരുന്നത്, ലാസിം മുതഅദ്ദിയിൽ, അഫ്ആലുകളിൽ വരുന്നത്, സിഫത്ത് മൗസൂഫ്, ഹാല്, ഇതിലൊക്കെ വരുന്ന ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഒക്കെ മോർഫോളജിക്കൽ എഡിറ്റിംഗിലാണ് വരിക. കണ്ടോ, അക്കല എംഷി റാഷിദ്, അക്കല റാഷിദ് മാഷിയൻ, ഹാലിൽ വരുന്ന തെറ്റാണ്. അതുപോലെ ദഹബത്തി ദാരിസത്തുൽ മുജ്തഹിദു, ദാരിസത്ത് മുജ്തഹിദത്തു എന്ന് വേണം അല്ലെ. സിഫത്ത് മൗസൂഫിൽ വരുന്ന തെറ്റുകളാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന തെറ്റുകളെയൊക്കെ മോർഫോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്താണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക കേട്ടോ. ഓക്കെ, ഞാൻ ഒരു ഭാഗം പറഞ്ഞു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് ടൈപ്പ് എഡിറ്റിംഗ് ആണ് എന്ത്? സ്പെല്ലിംഗ് എഡിറ്റിംഗ്, തഹരീർ ഫി തഹ്ജിഅ വ തർഖീം എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ എന്താ? അൽ അഖ്താഉ ഫിൽ ഹുറൂഫിൽ കിതാബ വ തഅബീർ വ തർഖീം. നമ്മൾ എഴുതുന്ന സമയത്ത് വരുന്ന അക്ഷര തെറ്റുകള്, അതുപോലെ തന്നെ പങ്ക്ച്വേഷൻസ്, നമ്മൾ മാർക്കിലിടല്ലോ, കുത്ത്, കോമ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുവാലുണ്ടല്ലോ, അതിലൊക്കെ വരുന്ന നമ്പറിങ്ങിൽ വരുന്ന അതൊക്കെ എന്താണ്? സ്പെല്ലിംഗ് എഡിറ്റിംഗ്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ലഹിബൽ വലതു ഫിൽ മൈദാൻ അല്ലെ. ലഹിബ എന്നുള്ള വാക്ക് കണ്ടോ, ഇവിടെ വിദ്യാർത്ഥി ഗ്രൗണ്ടിൽ കളിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കുട്ടികൾ അയിന് മാറി ഹാ ഇട്ട് കൊടുക്കും, അതൊക്കെ തെറ്റാണ്. അപ്പൊ ഇങ്ങനത്തെ സ്പെല്ലിങ്ങിൽ വരുന്ന തെറ്റുകള് നമ്മള്
സ്പെല്ലിംഗ് എഡിറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ അബ്ദുൽ മാലിക് എന്ന് എഴുതുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെയാണ് എഴുതുക, അന്നൂർ എന്ന് എഴുതുമ്പോൾ അലിഫ്ലാമിന് പകരം നൂന് ശ്രദ്ധിട്ട് ഇങ്ങനെ എഴുതും, അർ റഹ്മാൻ. അപ്പൊ ഇതൊക്കെ എന്താണ്? സ്പെല്ലിംഗ് എഡിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 4 ടൈപ്പ് എഡിറ്റിംഗ്. ഇതിന്റെ അകത്ത് എക്സാമ്പിൾ തന്നിക്കാണ്ട് എഡിറ്റിംഗ് ഏതാന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യാനും ചോദിക്കും കേട്ടോ. തഹ്രീറുൽ മബഹസി, തർക്കീബി, ആജ്റൂമി, തഹ്ജിയ. ഇത് മുമ്പ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പല പല മോഡലുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് സെഷന്റെ ലാസ്റ്റ് നോക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഇഖ്താർ അഷാദ് മിനൽ ആതിയ. ഓക്കെ, നോക്കൂ. അല്ല, ഇഖ്തർ അഷാദ് എന്താണ്? ഇഖ്തർ അഷാദ് എന്ന് പറഞ്ഞാല് ഇഖ്തർ ഷാദ് യെസ്, ഒറ്റപ്പെട്ടത് തെരഞ്ഞെടുക്കാണ് വേണ്ടത്. യെസ്, ഒറ്റപ്പെട്ടത് തെരഞ്ഞെടുക്കുക അല്ലെ. താഴെ കൊടുത്തതിൽ നിന്ന് ഓഡ് വൺ പിക്ക് ഔട്ട് ചെയ്യാണ് വേണ്ടത്. യെസ്, നോക്കൂ, ഈ സ്ക്രീനിന്റെ അകത്ത് നിന്ന് കാണാം തഖ്വീമുൽ ഫസലി ഉണ്ട്, അതുപോലെ തന്നെ തഖ്വീം ഹിജ്രി ഉണ്ട്, തഖ്വീം മുസ്തമിർ, തഖ്വീം മുസ്തവീബ് ഉണ്ട്. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടത്? തഖ്വീം ഉണ്ട്, എല്ലാവരും തഖ്വീം ഉണ്ട് അല്ലെ. അത് 2 വാക്ക്, ഇതിൽ 2 വാക്ക്, ഇതിൽ 3 ഉണ്ട്. അപ്പൊ ഇത് ഒറ്റപ്പെട്ടതല്ലേ? ഇതിൽ 3 വാക്കുണ്ട് അല്ലെ, ഒറ്റപ്പെട്ടതല്ലേ? അങ്ങനെ ചിന്തിക്കരുതിട്ടോ. തഖ്വീമുൽ ഫസലി എന്ന് പറഞ്ഞാല് നമ്മുടെ ക്ലാസ് ടെസ്റ്റുകള് അല്ലെങ്കിൽ നമ്മുടെ ടേം ഇവാലുവേഷൻസിലാണ് എന്ത് പറയാ? തഖ്വീമുൽ ഫസലി എന്ന് പറയാ. TE നമ്മളിപ്പോ നടത്തുന്നുണ്ടല്ലോ എക്സാം, TE ഇതാണ് ടേം ഇവാലുവേഷൻ എന്ന് പറയുന്നത്, TE. ഇനിയോ തഖ്വീമുൽ മുസ്തമിർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ഇവാലുവേഷൻ, CEക്കാണ് എന്ത് പറയാ? C മാർക്ക് കൊടുക്കൂല നമ്മള്, അതാണ് തഖ്വീമുൽ മുസ്തമിർ. ഇനിയോ എന്താ തഖ്വീമുൽ മുസ്തമിർ അൽ മുസ്തവീബ് എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, CCE. അപ്പോ TE, CE, CCE. പിന്നെ ഇതെന്താ സാധനം? തഖ്വീമുൽ ഹിജ്രി, അത് ഹിജ്റ കലണ്ടർ ആണ് കേട്ടോ. നമ്മൾ ഹിജ്റ കലണ്ടറിന് പറയുന്ന പേരാണെന്ത്? തഖ്വീമുൽ ഹിജ്രി. അത് കലണ്ടർ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേമാതിരി ഒപ്പിച്ചൊക്കെ വരും, പക്ഷെ നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ച് കൃത്യമായി ആൻസർ കണ്ടെത്തണം. അപ്പൊ ഏതാണ് ഉത്തരം? യെസ്, വെരി ഗുഡ്, ഓപ്ഷൻ ബി തഖ്വീം ഹിജ്രി ആണ് കറക്റ്റ് വൺ. ഓക്കെ, ബാക്കി 3ഉം ഇവാലുവേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഓക്കെ, തഖ്വീം ഹിജ്രി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മളിപ്പോ പറഞ്ഞൊരു എക്സ്പ്ലനേഷനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, പെട്ടെന്ന് വേഗം ആൻസർ വരട്ടെ. ഒരു 10 സെക്കൻഡ് സമയം. ട്രാൻസ്ലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. യെസ്, മെൻഡിക്ക് അറബിയിൽ പറയുന്ന യോജിച്ച വേർഡ് എന്താണ്? മുവജ്ജിഹാണോ, മൂജിഹാണോ, മുവജ്ജഹാണോ, മൂജഹാണോ? ഇതിൽ ഏതാണ് മെൻഡി? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. മെൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയി, പണിയെടുക്കുന്നവൻ. മെൻഡി അല്ലെ, കീഴിൽ നിൽക്കുന്ന ആള് മെൻഡി. അപ്പോ അധ്യാപകൻ മെന്റർ അല്ലെ, ദെൻ പണി കൊടുക്കുന്ന ആള് എംപ്ലോയർ എന്നൊക്കെ പറയും. അപ്പൊ മെന്റർ അധ്യാപകനാണ്. അപ്പൊ മെൻഡി എന്ന് പറയുന്നത് കുട്ടിയാണ് മെൻഡി. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അധ്യാപകൻ മെന്ററും കുട്ടി മെൻഡിയുമാണ്. അപ്പൊ മെൻഡിക്ക് അറബി പറയുന്നതാണ്. മെൻഡി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മെന്ററിങ് കിട്ടുന്ന ആളാണല്ലോ അല്ലെ. മെന്ററിങ് കൊടുക്കുന്ന ആള് മെന്ററും മെന്ററിങ് കിട്ടുന്ന ആള് മെൻഡിയാണ്. നമ്മളെ ഇസ്മഫായിലും ഇസ്മഫൂലും ആലോചിച്ചാൽ മതി അല്ലെ. ഇസ്മഫായിൽ മെന്ററിങ് കൊടുക്കുന്ന ആള് ഫായിലാണ്, മെന്ററിങ് കിട്ടുന്ന ആള് മഫൂലാണ്. മഫൂൽ നമുക്കറിയാം, സുലാസി അല്ലാത്ത ഫീലുകളുടെ മഫൂലുകളുടെ എന്താണ് മഫൂലിന് എന്താ വരിക? ഏതാണ് ഹർക്കത്ത് വരിക? ഏതാ വരിക അല്ലേ? ഏതാ വരിക പറയും? സുലാസി അല്ല റുബായി ഫീലുകൾക്ക്. യെസ് ഓക്കെ. യെസ്, അപ്പൊ ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാണ്? മുവജ്ജഹ് അല്ലെ, മുവജ്ജഹ്. അപ്പൊ ഓർക്കുക, മുവജ്ജഹ്. മെൻഡി എന്ന് പറഞ്ഞാൽ മുവജ്ജഹ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനത്തിന്റെ മുവജ്ജിഹ് എന്നാണെങ്കിൽ അല്ലെ, മുവല്ലിഫ് എന്നാണെങ്കിൽ എംപ്ലോയി അല്ലേ. അതാണ്. മുവജ്ജിഹ് എന്നാണെങ്കിൽ മുവജ്ജിഹ് എന്നാണെങ്കിൽ ആരാണ്? മുവജ്ജിഹ് എന്താണ്? അത് കൊടുക്കുന്ന ആളാണ്. മുവജ്ജഹ് സ്വീകരിക്കുന്ന ആളാണ്. അപ്പൊ ഇവിടെ മെൻഡി എന്ന് പറഞ്ഞാൽ അത് മുവജ്ജഹാണ്. മെൻഡി നീട്ടുന്നത് ഫതഹ, വേറെ ഓപ്പോസിറ്റ് ആണ്. മുവജ്ജഹ് കെസ്റല്ല, മുവജ്ജിഹല്ല, മുവജ്ജഹാണ് കേട്ടോ. മെൻഡി മുവജ്ജഹാണ്, അത് ഓർത്തു വെക്കണം. മുഅല്ലിം മുവജ്ജിഹും മറ്റേ ആള് മുവജ്ജഹുമാണ്. ദാരിസ് മെൻഡി, മുഅല്ലിം എന്താണ്? മെന്റർ. അപ്പൊ അത് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ.
നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അടുത്തത് നോക്കൂ. ഇഫ്തറഷാദ് മിലാത്തിയ, താഴെ കൊടുത്തതിൽ നിന്ന് ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക. അല്ലെ? മഹാറത്ത് തവാസുൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. തഗല്ലബ് അലൽ ആതിഫ, അല്ലെ? നമ്മളെ ഇമോഷൻസിനെ അതിജയിക്കാനുള്ള സ്കില്ല്. അത്തഫ്കീറുൽ ഇൻതിഖാദി, ക്രിട്ടിക്കൽ തിങ്കിങ്. അസിബാഹ ഫിൽമാ, വെള്ളത്തില് സ്വിമ്മിങ്. സ്വിമ്മിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇമോഷണൽ കോപ്പിംഗ്, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇതിൽ ഏതാണ് ഒറ്റപ്പെട്ടത്? ഏതാ ഒറ്റപ്പെട്ടത്? ഏതാണ്? യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ് യെസ്, അതെ അതെ. ആ ആൻസേഴ്സ് വരുന്നുണ്ട്. കറക്റ്റ് ആണ്. യെസ്, സിബാഹ ഫിൽമ ആണ് അല്ലെ? സംശയം ഉണ്ടോ? സിബാഹ ഫിൽമ, വെള്ളത്തിൽ നീന്തലാണ്. എന്താ കാരണം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമുക്കൊരു ഇമോഷൻ വരുമ്പോ, ദേഷ്യം വരുമ്പോ, സന്തോഷം വരുമ്പോ, സങ്കടം വരുമ്പോ അതിനെ അതിജയിച്ച ആളുകളുടെ മുമ്പിൽ നിൽക്കാനുള്ള കഴിവ്, നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, നമ്മുടെ ഒരു കാര്യത്തെ കുറിച്ച് ഇൻതഖാദി, ക്രിട്ടിക്കലായി തിങ്ക് ചെയ്യാനുള്ള കഴിവ്, പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരു കാര്യത്തെ അനലൈസ് ചെയ്യാനുള്ള കഴിവ്. അതൊക്കെ എന്താ സാധനം? നമ്മളെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഇതാ, വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു കൂട്ടം വാല്യൂസ് ഉണ്ട്. കുറേ വാല്യൂസ് പറയുന്നുണ്ട്. ഡെമോക്രസി, നമ്മുടെ ഭരണഘടന, മത സൗഹാർദ്ദം, ടോളറൻസ്, നമ്മുടെ സംസ്കാരത്തെ ആദരിക്കല്, പിന്നെ എന്താണ് സാഹോദര്യം, ലീഡർഷിപ്പ് സ്കില്ല്, അങ്ങനെ പല പല കാര്യവും പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്. എന്തിനാ? മഹാറത്തിൽ ഹയാത്ത്, കുട്ടികൾക്ക് ലൈഫ് സ്കില്ല് ഉണ്ടാക്കി കൊടുക്കാനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ലൈഫ് സ്കില്ല്? അതും പുസ്തകത്തിന്റെ അകത്ത് പറയുന്നുണ്ട്. ലൈഫ് സ്കില്ലുകൾ ഇതാണ്: മാരിഫത്തു ദാത്തിയ, നമ്മളെ സെൽഫ് അവയർനെസ്, സ്വന്തത്തെ കുറിച്ച് അറിയുക. മുവാസാത്ത്, അല്ലെ, മറ്റുള്ള ആളുകളോടുള്ള എമ്പതി. അതുപോലെ തന്നെ ഖുദ്റത്തു തവാസുൽ, കമ്മ്യൂണിക്കേഷനുള്ള സ്കില്ല്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകള്. ഫിക്റൽ ബിനായി, നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവുകള്. അതുപോലെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവുകൾ, ഡിസിഷൻ എടുക്കാനുള്ള കഴിവ്, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവ്, നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനുള്ള കഴിവ്, ടെൻഷൻ മാനേജ് ചെയ്യാനുള്ള കഴിവ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് കഴിവുകൾ പുസ്തകത്തിന്റെ അകത്ത് പറയുന്നുണ്ട്. അതിന്റെ അകത്തു നിന്നുള്ള കുറച്ച് കഴിവുകൾ കൊടുത്തിട്ട് അതിൽ പെടാത്ത ഒരു കഴിവിനെ ചേർത്ത് സിബാഹ ഫിൽമാവ് കൊടുത്തിട്ടാണ് ഇവിടെ ചോദ്യം വന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ലൈഫ് സ്കില്ലുകൾ നോക്കുക. ഏതൊക്കെയാണ്? സെൽഫ് മാരിഫത്തു ദാത്തിയ, മുവാസാത്ത്, ഖുദ്റത്തു തവാസുൽ, അലാഖ ബൈനൽ അഫ്റാദ്, ഫിക്റുൽ ബിനാഇ, ഫിക്റുൽ ഇൻതിഖാദി, ഇത്തിഖാദുൽ ഖറാറാത്ത്, ഹല്ലുൽ മശാക്കിൽ, തവാസുൽ ആതിഫി, ഇദാറത്തു തവാത്തുർ. ഇതാണ് ഈ ഒരു 10 അതിന്റെ അകത്ത് ലൈഫ് സ്കില്ലുകളായിട്ട്, 10 ലൈഫ് സ്കില്ലുകളായിട്ട് പുസ്തകത്തിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നേടാൻ വേണ്ടി കുട്ടികളെ സഹായിക്കുന്നതായിരിക്കണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മുടെ കണ്ടന്റുകൾ, നമ്മുടെ ടീച്ചിങ് എന്നൊക്കെ പറയേണ്ടത്. അപ്പൊ അതാണ് ലൈഫ് സ്കില്ലുകൾ, മഹാറാത്തുൽ ഹയാത്ത് എന്നുള്ള ഭാഗം ഓർത്തു വെക്കുക കേട്ടോ. യെസ്, അടുത്തത് നോക്കൂ. വീണ്ടും ട്രാൻസ്ലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. തഖ്നിയത്തുൽ മാലൂമാത്ത് തവാസുലിയ, ഇതിന്റെ ഫുൾ പേരെന്താണ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്റർനെറ്റ്, ICT, ഇൻട്രാനെറ്റ്, ഇൻഫ്രാനെറ്റ്. ഇന്റർനെറ്റ്, ICT, ഇൻട്രാനെറ്റ്, ഇൻഫ്രാനെറ്റ് ഏതാണ്? യെസ്, കറക്റ്റ്, സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതല്ല, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT. ഓക്കെ, യെസ്. അടുത്തത് ആൻസേഴ്സ് വരട്ടെ. A വരുന്നുണ്ട്, B വരുന്നുണ്ട്. അല്ലാതെ ഒന്ന് ശരിക്കും നോക്കിയിട്ട് ഒന്ന് ആൻസർ ചെയ്യും. ഇതൊരു വിവാദം നിറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു അന്നത്തെ PSCയില്. അന്നത്തെ PSC എക്സാം എഴുതിയ ഒരു PSC എക്സാം ആണത്. ഈ എക്സാം കഴിഞ്ഞു വന്നിട്ട് ഗ്രൂപ്പിൽ വളരെയധികം ചർച്ചാ വിഷയമായ ഒരു എക്സാം ആയിരുന്നത്, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് അല്ലെ? അത്തൗറുൽ അവ്വൽ ഫി തദ്രീസിൽ മൗലൂം ഹുവ അന്ന. ഒരു കവിത പഠിപ്പിക്കുമ്പോ, മൗലൂം എന്ന് പറയുമ്പോൾ പോയമാണ്, ഒരു പോയം പഠിപ്പിക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളത്. ആൻസേഴ്സ് വരട്ടെ. യെസ്, യുസ്മിഉൽ മുദർരിസ് ബിനഫ്സിഹി, യസ്തമിഉൽ മുദർരിസ് ബിനഫ്സിഹി അല്ലേ? യസ്മഉഹു അദാരിസ് ബിനഫ്സിഹി, യൻഷറുഹു ദാരിസ് ബിനഫ്സിഹി. ഇതിൽ ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരിക? ഏതാണ്? A പറയുന്നവരുണ്ട്, B പറയുന്നവരുണ്ട്. ഓക്കെ, തദ്രീസ് ആണ് കേട്ടോ, ടീച്ചിങ്. ഇത് നമുക്ക് നമ്മുടെ ലോജിക്ക് വെച്ച് ചിന്തിക്കുമ്പോൾ പല പല ഓപ്ഷനിലേക്ക് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. പക്ഷെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ A ആണ്. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ ഓപ്ഷൻ വരാനുള്ള കാരണം?
നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് ഓരോന്നിന്റെയും സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ആ സ്റ്റെപ്പിൽ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് കവിത പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ ആ കവിത കേൾപ്പിക്കണം. ഇത് ശരിക്ക് യുസ്മിഉൽ മുദരിസ് ബിനഫ്സിഹി എന്നുള്ളത് ഇവിടെ ബാക്കി കുറച്ച് ഭാഗം കൂടെ അതിൻ്റെ അകത്ത് വരാറുണ്ട്. ബിനഫ്സിഹി, അതിൻ്റെ അകത്ത് ബിൽ ഖുർസി, അല്ലെങ്കിൽ എന്താണ് സി ഡി ഉപയോഗിച്ചോ സ്വയം പാടിക്കൊണ്ടോ ഒക്കെ അധ്യാപകൻ വിദ്യാർത്ഥികളെ പാട്ട് കേൾപ്പിക്കുക എന്നുള്ളതാണ് ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, യുസ്മിഉ എന്നുള്ള ഇതാണത്. അപ്പൊ ഇതിൽ ആദ്യം അധ്യാപകൻ കേൾപ്പിക്കുകയാണ് വേണ്ടത്. അധ്യാപകൻ സ്വയം കേൾക്കുക എന്നത് അത് നമ്മുടെ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്പിൽ പെടുന്നല്ല. അതൊക്കെ നമ്മൾ പ്ലാനിങ് ഒക്കെ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ടീച്ചിങ് തുടങ്ങുമ്പോ പിന്നെ നമ്മൾ അതൊക്കെ ക്ലാസ് റൂമിൽ നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല, അത് ടീച്ചിങ്ങിന്റെ സ്റ്റെപ്പ് അല്ല. നമ്മൾ പ്ലാനിങ്ങിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വന്ന് ക്ലാസ് റൂമിൽ ക്ലാസ് തുടങ്ങുകയാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വിദ്യാർത്ഥികൾക്ക് അത് കേൾപ്പിക്കലാണ്. അപ്പൊ യസ്തമിഉ അല്ല യുസ്മിഉ ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹാൻഡ് ബുക്കിന്റെ അകത്ത് പുതിയ വന്ന ഹാൻഡ് ബുക്കുകൾ നിങ്ങൾക്കൊക്കെ ലിങ്കുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് മൻലൂമുകളുടെയും ഹിവാറുകളുടെയും മസ്രാഹിയയുടെയും ഖിസ്സയുടെയും ഹിക്കായുടെയും ഒക്കെ പഠിപ്പിക്കേണ്ട സ്റ്റെപ്പുകൾ കൃത്യമായി ആക്ടിവിറ്റി പേജിൽ ഉണ്ടാകും. ഇപ്പൊ സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ലെസൺ പ്ലാൻ എഴുതുന്ന സമയത്ത് TM സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്ടിവിറ്റി പേജ് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ. അതുകൊണ്ട് ഓരോ ഇതിന്റെയും സ്റ്റെപ്പ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. കണ്ടോ, ഇത് ഹാൻഡ് ബുക്കിന്റെ അകത്ത് കൊടുത്ത ഈ മൻലൂമിന്റെ ഒരു ഭാഗമാണ്. കണ്ടോ, യസ്മഉൽ മുദരിസ് അൽ മൻലൂം ബിലഹ്നിൻ ബദീഅ. അല്ലെ, അധ്യാപകൻ ആ ഒരു മൻലൂമിനെ കുട്ടികൾക്ക് യുസ്മിഉ കേൾപ്പിച്ചു കൊടുക്കും. ബിലഹ്നിൻ ബദീഅ, നല്ല ഈണത്തോടു കൂടെ. വദാലിക മുസ്തഖദിമൻ, അത് അയാൾക്ക് ഉപയോഗിക്കാം. അൽ ഖർസ്, സീഡിയോ, അല്ലെങ്കിൽ യുൻഷിദു ബിനഫ്സിഹി, സ്വയം പാടിക്കൊണ്ടോ പറ്റും. ഇവിടെ കണ്ടോ, ഈ യുസ്മിഉൽ മുദരിസ് ബിനഫ്സിഹി ഇത്ര മാത്രമേ നമ്മളെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ കട്ട് ചെയ്തു. അല്ലെ, നല്ല ലഹനും ജദാബില് കേൾപ്പിച്ചു കൊടുക്കണം. സ്വയം പാടിക്കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് സീഡ് ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ. അപ്പൊ ഇവിടെ യുൻഷിദു ബിനഫ്സിഹി എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇവിടെ യസ്മഉൽ മുദരിസ് ബിനഫ്സിഹി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. യുസ്മിഉൽ മുദരിസ് എന്തായാലും യുസ്മിഉ എന്നാണെങ്കിൽ മനസ്സിലാക്കുക അത് കേൾപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അതാണ് അവിടെ എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരാറുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെയാണ് വിദ്യാർത്ഥികൾ കേൾക്കുന്നത്, അവരത് ആസ്വദിക്കുന്നത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇന്നമാ തഹഖഖു അന്ന വാസിതു തഅലീമിയ്യ ബിമുജറദ് തസ്വീദ് ദാരിസിൻ ബിദാശ ദിറാസിയ അൽ കാഫിയ. ഇല്ലേ, നമുക്കൊരു ലേണിംഗ് ഔട്ട്കം, ഒരു ലേണിംഗ് എല്ലോ, നവാസിതു തഅലീമിയ്യ എന്ന് പറയുമ്പോൾ ലേണിംഗ് ഔട്ട്കം എല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുട്ടിയിലേക്ക് കൂടുതലായിട്ട് നമുക്കതിനെ റിഫ്ലക്ട് ചെയ്തിട്ട് അതിനെ സാക്ഷാത്കരിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എല്ലോ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടിക്ക് അപ്പൊ എന്താണ് കവിതയിലെ ആശയം മനസ്സിലാക്കാനുള്ള കഴിവ് നേടുക, അതൊരു എല്ലോ ആണ്. അപ്പൊ അത് ആ കുട്ടിയിൽ നമുക്ക് കൂടുതലായിട്ട് റിയൽ ആക്കി എടുക്കാൻ പറ്റുന്നത് ആ കുട്ടിക്ക് മതിയായ പഠനം കൊടുക്കുമ്പോഴാണ്. പഠന ചർച്ചയാണോ, പഠന ഇന്ററാക്ഷൻ ആണോ, പഠന ഷെയറിംഗ് ആണോ, പഠന അനുഭവമാണോ, ഇതിൽ എന്ത് കൊടുക്കുമ്പോഴാണ് ഒരു കുട്ടിയിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കൂടുതലായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? ഏതാണ്? നമുക്ക് തോന്നും ചർച്ച ചെയ്താൽ പഠിയില്ലേ, ശരിയാണ്. ഇന്ററാക്ഷൻ ചെയ്താൽ പഠിയില്ലേ, ശരിയാണ്. ഷെയറിങ് ചെയ്താൽ പഠിയില്ലേ. പക്ഷേ ഇത് ഒരു വിട്ടഭാഗം പൂരിപ്പിക്കൽ ചോദ്യമാണ്. വിട്ടഭാഗം പൂരിപ്പിക്കൽ ചോദ്യമാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ചോദ്യകർത്താവ് എടുക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ ഹാൻഡ് ബുക്കിൽ നിന്നോ മറ്റെന്തെങ്കിലും റെഫറൻസ് പുസ്തകങ്ങളിൽ നിന്നോ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് പറഞ്ഞ ഒരു സെന്റൻസ് ആണിത്. കണ്ടോ, നവാസിതു തഅല്ലുമിയന്റെ ഭാഗത്ത് വന്നൊരു സെന്റൻസ് ആണ്. إنما تتحقق النواة التعلمية حين تزيد الدارسين بتجارب الدراسة الكافية. മതിയായ പഠനാനുഭവം നൽകുമ്പോഴാണ് ഒരു കുട്ടിയിൽ നമുക്ക് ശരിയായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതില് ഓപ്ഷൻ ഏതാണ്? തജാറുബ്. ഓപ്ഷൻ ഡി തജാറുബ് ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി തജാറുബ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പൊ ഇവിടെ കണ്ടോ, ഹാൻഡ് ബുക്കിന്റെ അകത്ത് നോക്കിയേ, ലേണിംഗ് എക്സ്പീരിയൻസ്, തജാറുബു ദിറാസ ലേണിംഗ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, ജവ്വു ദിറാസ ലേണിംഗ് എൻവയോൺമെന്റ്, അമലിയത്തു ദിറാസ ലേണിംഗ് പ്രോസസ്, ഇങ്ങനെയൊക്കെ ഹാൻഡ് ബുക്കിന്റെ അകത്ത് പറയുന്നുണ്ട്. തജാറു, അപ്പൊ ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുമ്പോഴാണ് നമുക്കൊരു കുട്ടിയിൽ കൃത്യമായിട്ട് നവാസിതു തഅല്ലുമിയ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, ആൻസേഴ്സ് വരട്ടെ.
ലൈസ മിൻ അഗ്റാദി ദിറാസ ലുഗൽ അറബിയ, അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ ലൈസ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ലൈസ കണ്ടില്ലെങ്കിൽ പോയിട്ടോ. പെഡഗോജിയിലെ ഭീകരന്മാരെ ഞാൻ പല സെഷനായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലൈസ മിമ്മ ലാ യുലായിമു മാ ഖറജ മിമ്മ ലാ യുവാഫിഖു ഇഖ്തിശാദ് എന്നൊക്കെ പറഞ്ഞ് പെഡഗോജിയിലെ ഭീകരന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ടൊരു ഭീകരനാണ് ലൈസ, പെടാത്തത്, അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. അൽ മഖ്ദർ അല തദവുഖുൽ അദബുൽ അറബി, അറബ് സാഹിത്യം ആസ്വദിക്കാനുള്ള കഴിവുണ്ടാവുക. അൽ മഖ്ദർ അല ഫഹ്മി ലുഗത്തുൽ ഉമ്മ, മദർ ലാംഗ്വേജ്, നമ്മുടെ മാതൃഭാഷ മനസ്സിലാകാനുള്ള കഴിവുണ്ടാവുക. അൽ ഖുദ്റ അല മഹാറത്തുൽ അർബ, 4 ലാംഗ്വേജ് സ്കില്ലുകൾ നേടാനുള്ള കഴിവുണ്ടാവുക. തർഗീബു ദാരിസിൻ ഫിൽ ലുഗൽ അറബിയ, കുട്ടികൾക്ക് അറബി ഭാഷ പഠനത്തിൽ താല്പര്യം ഉണ്ടാക്കുക. ഇതിൽ ഏതാണ് അറബി ഭാഷയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടത്? ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടത് ഏതാണ് എന്നാണ് ചോദ്യം. യെസ്, ഏതാണ് അറബി ഭാഷയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്ത ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മാതൃഭാഷ മലയാളം മനസ്സിലാവാനല്ലോ നമ്മൾ അറബി പഠിക്കുന്നത്. അപ്പൊ മലയാളം മലയാളം പഠിക്കാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളത് അറബി ഭാഷ പഠിക്കുന്ന ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല. ഓപ്ഷൻ ബി ആണ്. നമ്മുടെ പുസ്തകത്തിന്റെ അകത്ത് കൃത്യമായി പറയുന്നുണ്ട്, അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിൽപ്പെട്ടത് നോക്കൂ, എന്തൊക്കെയാണ് അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങള്? അൽ മഹാറത്തുൽ അർബ, 4 ലാംഗ്വേജ് സ്കില്ലുകൾ, ഇസ്തിമാ, തഹദ്ദുസ്, കിതാബ, കിതാബ, 4 ലാംഗ്വേജ് സ്കില്ലുകൾ നേടുക. അറബി ഭാഷയിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുള്ള കഴിവ് നേടുക. അൽ മഖ്ദർ അദബുൽ അറബി, അറബ് സാഹിത്യം ആസ്വദിക്കാനുള്ള കഴിവ് നേടുക. അൽ അഅ്മാലുൽ ഇബ്ദാഇയ്യ ഫിൽ അറബിയ, അറബി ഭാഷയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനുള്ള കഴിവ് നേടുക. മലക്കത്ത് തർജമ, ട്രാൻസ്ലേഷനുള്ള കഴിവ് നേടുക. തർഗീബു ദാരിസിൻ ഫിൽ അറബിയ, കുട്ടികൾക്ക് അറബി ഭാഷയിൽ താല്പര്യം ജനിപ്പിക്കുക. മാരിഫത്ത് തുറാസ് സഖാഫിൽ അറബിയ, അറബി ഭാഷയുടെ കൾച്ചറൽ ഹെറിറ്റേജ്, സാംസ്കാരിക പൈതൃകം മനസ്സിലാക്കുക. ഇസ്തിഹ്സാനുൽ അഅ്മാൽ അദബിയൽ അറബിയ, അറബ് സാഹിത്യ വർക്കുകൾ നന്നായിട്ട് എടുക്കാനുള്ള, അത് ചെയ്യാനും അതിനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുകൾ ഉണ്ടാക്കുക, ആസ്വദിക്കാനുള്ള കഴിവ് ഉണ്ടാക്കുക. തസ്ലീഹു ദാരിസിൻ ബിൽ മഹാറത്തുൽ ലുഗവിയ്യ ഫി മജാലത്തുൽ അഅ്മാൽ, ജോലിക്ക് വേണ്ടി ജോലിയുടെ മേഖലയിൽ ഭാഷയുടെ സ്കില്ലുകൾ കുട്ടികൾക്ക് ഒരു ആയുധമായി ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാക്കുക. ഇതൊക്കെയാണ് അറബി ഭാഷ പഠിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്ന് ചോദ്യങ്ങൾ മുമ്പും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെ വന്നാലും തിരിച്ചും മറിച്ചും ചോദിച്ചാലും മറക്കരുത്, ഹാൻഡ് ബുക്കിന്റെ അകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം. വറഖത്തുൽ അമൽ ഫി ദിറാസ, പഠനത്തിൽ എന്തിനാണ് നമ്മൾ വറഖത്തുൽ അമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ വറഖത്തുൽ അമൽ? അല്ലെ, വർക്ക്ഷീറ്റ് ആണ്. വർക്ക്ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാ ചോദ്യം. വറഖത്തുൽ അമൽ എന്ന് പറയുമ്പോൾ വർക്ക്ഷീറ്റ് ആണ്. വർക്ക്ഷീറ്റ്, നമ്മൾ പഠനത്തിൽ വർക്ക്ഷീറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ദിറാസിയ, അല്ലെ, ലേണിംഗ് ആക്ടിവിറ്റീസിന്, തസ്ജീലിൽ അർക്കാം, അല്ലെ, മാർക്കുകൾ റെക്കോർഡ് ചെയ്യുന്നതിന്, തസ്ജീലിൽ ഗദാഫിൽ മദ്രസ, സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ ലഞ്ചിന്റെ കണക്കുകളൊക്കെ എഴുതുന്നതിന്, തദ്വീൻ അസ്മാഉ ദാരിസിൽ മുത്തഫവ്വിഖീൻ, അല്ലെ, നല്ല ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കുട്ടികളുടെ പേരുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ എന്തിനാണ് നമ്മൾ വറഖത്തുൽ അമൽ വർക്ക്ഷീറ്റ് ഉപയോഗിക്കുന്നത്? എന്തിനാ? യെസ്, ഇതിന്റെ ഉത്തരം അറിയാത്തവർ ആരും ഉണ്ടാവില്ല, പക്ഷെ അന്ന് തെറ്റിച്ചവരും ഉണ്ട്. വറഖത്തുൽ അമൽ വർക്ക്ഷീറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാ? നമുക്കറിയാം, അത് കുട്ടികളെ മാർക്ക് എഴുതാനോ അല്ലെങ്കിൽ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ കണക്ക് എഴുതാനോ, നല്ല ഔട്ട്സ്റ്റാൻഡിങ് കുട്ടികളെ പേര് എഴുതിയേക്കാനോ, ഇതിനൊന്നല്ല സ്കൂളിൽ നമ്മൾ വർക്ക്ഷീറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തിനാ? അതൊരു പഠന പ്രവർത്തനമായിട്ടല്ലേ, ലേണിംഗ് ആക്ടിവിറ്റി അല്ലേ, അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാവുകയായി. സംഗതി നമുക്ക് അറിയാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊന്ന് മനസ്സിരുത്തി വായിച്ച് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം നമ്മൾ പെഡഗോജിയിൽ ചെയ്യാനുള്ളത് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഹാബി നദറിയത്ത് സുലൂക്കിയ. സുലൂക്കിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിഹേവിയറിസം ആണ്, അല്ലെ? ബിഹേവിയറിസം അല്ലെ സുലൂക്കിയ? യെസ്, ബിഹേവിയറിസത്തിന്റെ ആളുകളിൽപ്പെട്ട ആളുകൾ. പെഡഗോജിയിൽ പ്രധാനപ്പെട്ട 2 സാധനമാണ് ബിഹേവിയറിസവും കൺസ്ട്രക്റ്റിവിസവും. പെഡഗോജിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബിഹേവിയറിസം, മറ്റൊന്ന് കൺസ്ട്രക്റ്റിവിസം. അപ്പൊ ഇതില് ബിഹേവിയറിസത്തിന്റെ ആൾ ഇതിൽ ആരാണ്? അപ്പൊ നമ്മളിങ്ങനെ വായിക്കാണ്, അത് പാരാണ് റബ്ബെ. അപ്പൊ ഇങ്ങനെയൊക്കെ അറബിയില് പേരുകൾ, ആളുകളുടെ പേരുകൾ, ഇത് ഗുട്ടൻബർഗ് അല്ലേ, നമ്മള് ഗുട്ടൻബർഗ് തന്നെ പറയല്, അക്ഷരയന്ത്രം കണ്ടെത്തിയ മൂപ്പര പേരാണ് കേട്ടത്. അപ്പൊ ഇവരുടെ പേരുകളൊക്കെ കണ്ട നമ്മൾ ഇത് എന്താണ്, ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കണ്ടോ,
ഞാൻ ആദ്യമായിട്ട് കേട്ടിട്ട് എഴുതിയത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഇതെന്താന്ന് ഇതിന്റെ ഒരു തുമ്പും വാവും ഇല്ലാത്ത സമയത്താണ് കേട്ടിട്ട് 4 എഴുതുന്നത് ലാസ്റ്റ് ടൈം. അപ്പൊ എക്സാം ഹാളിൽ പോയിക്കാണ്ട് ഞാൻ വായിച്ചതാണ് സൗറ് ദായിക്ക്. ഇങ്ങനെ ചങ്ങാനെ കേട്ടിട്ടല്ലേ ഇത് പുതിയ കാളെന്നൊക്കെ നമ്മൾ കരുതും. സൗറ് ദായിക്ക് തൊണ്ടയ്ക്കാണേ. അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ പേരൊന്നും കാണുമ്പോൾ നമ്മൾ ബേജാറാവരുത്. ഇത് ഗുട്ടൻബർഗ് ആണ്. പാവലോ, അരിസ്റ്റോ, മൗലാന മുഹമ്മദ് അലി. അപ്പൊ ഇതില് ബിഹേവിയറിസത്തിന്റെ ആൾ ആരാണെന്നാ ചോദ്യം. ആരാണ്? പാവലോ ആണ് അല്ലെ? പാവലോ. യെസ്. ബിഹേവിയറിസത്തിന് പ്രധാനപ്പെട്ട ആളുകളാണ് ഫെഡറൽ സ്കിന്നർ, എഡ്വേർഡ് തൊണ്ടയ്ക്ക്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാള സൗറും ദായിക്ക് അല്ലെ, ജോൺ വാട്സൺ, എഡ്വേർഡ് തോർമാൻ, ക്ലാർക്ക് ഹെൽ, ഇവാൻ പാവലോ. നേരത്തെ ഇവിടെ കണ്ടോ PSC ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പാവലോ എന്ന് ഇങ്ങനെയാണ്, ചിലടത്ത് ഇങ്ങനെ വരും പാഫ്ലൂഫ് എന്നൊക്കെ വരും. പാഫ്ലൂഫ് എന്നൊക്കെ കാണും. അപ്പൊ എങ്ങനെ കണ്ടാലും ഇവന്മാരെ പേര് ഒന്നും വായിച്ചു നോക്കുക. അപ്പൊ എന്തെങ്കിലും സാമ്യത തോന്നുകയാണെങ്കിൽ അത് ബരാന്നൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ബിഹേവിയർസത്തിലെ ആളുകളും. തൊണ്ടയ്ക്ക്, സ്കിന്നർ, വാട്സൺ, എഡ്വേർഡ് തോർമാൻ, എവാൻ പാവലോ, ക്ലാർക്ക് ഹെൽ ഇവരൊക്കെ പ്രധാനപ്പെട്ട ബിഹേവിയറിസത്തിന്റെ ആളുകളാണ്. അത് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം. അയ്യോ വാഹിദ് മിനൽ ആത്തിയ യഅതി ഫി തരീഖ തർജമ ഫി തദ്രീസ് ലുഗൽ അറബിയ. അറബി ഭാഷ പഠിപ്പിക്കുന്നതിൽ എന്താണ്? അയ്യോ വാഹിദ് മിനൽ ആത്തിയ യഅതി ഫി തരീഖ തർജമ. അറബി ഭാഷ പഠിപ്പിക്കുന്നതിൽ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ഇതിൽ ഏതാണ് താഴെ കൊടുത്തത് വരും? തഖദമ ദുറൂസ് ബി അൽഫാദിൻ സഹല ഫിൽ അറബിയ. അറബി ഭാഷയിൽ തന്നെ വളരെ സിമ്പിൾ ആയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുക. ഹസ് തുല്ലാബ് അല ഖിറാഅത്തിൽ ഹുറ. കുട്ടികളെ വളരെ സ്വതന്ത്രമായ വായനക്ക് പ്രേരിപ്പിക്കുക. ബയാന് മുഷ്കിലത്തു ദർസ് വഹല്ലുഹ. പാഠത്തിന്റെ അതിൻ്റെ അകത്ത് വരുന്ന എന്താണ് പ്രോബ്ലംസും അതിന്റെ സൊല്യൂഷൻസും ഒക്കെ കുട്ടികൾ കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കുക. പിന്നെയോ ദുറൂസ് ബിൽ ലുഗത്തിൽ ഉമ്മ. പാഠങ്ങൾ എന്ത് ചെയ്യുക? ലുഗത്തിൽ ഉമ്മ, നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷ, അതായത് അറബി ഭാഷ വളരെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് പച്ച മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അറബി. ഇതിൽ ഏതാണ് ട്രാൻസ്ലേഷൻ മെത്തേഡുമായിട്ട് യോജിക്കുന്നത് എന്നാണ് ചോദ്യം. ട്രാൻസ്ലേഷൻ മെത്തേഡുമായിട്ട് യോജിക്കുന്നത് ഏതാണ്? യെസ്, ഏതാണ്? കുറെ ആള് പറയുന്നുണ്ട് അറബി ഭാഷയിൽ വളരെ സിമ്പിൾ ആയിക്കാണ്ട് പറഞ്ഞെടുക്കുക. പൊന്നാറ് മക്കളെ, പച്ച മലയാളത്തിൽ അറബി പറഞ്ഞു എന്താണ് സിമ്പിൾ ആയി അറബി തന്നെ അറബി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോ അത് ഡയറക്റ്റ് മെത്തേഡ് ആയില്ലേ? അറബി തന്നെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാലേ അല്ലേ? അറബി തന്നെ പഠിപ്പിക്കുക പറഞ്ഞാൽ അത് ഡയറക്റ്റ് മെത്തേഡ് ആയില്ലേ? അതല്ലേ? പിന്നെ കുട്ടികൾ നന്നായിട്ട് സ്വതന്ത്രമായിട്ട് വായിക്കുമ്പോ കുട്ടികൾക്ക് അറബി നല്ലോണം അറിയും. അപ്പൊ നമുക്ക് അറബി തന്നെ ക്ലാസ് എടുക്കാൻ പറ്റും. അതും ഡയറക്റ്റ് മെത്തേഡ് അല്ലേ? കുട്ടികൾക്ക് അതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശരിയായ രീതിയിൽ വിവരിച്ചു കൊടുക്കുക. അതും ഡയറക്റ്റ് മെത്തേഡ് അല്ലേ? പിന്നെ അതായത് ട്രാൻസ്ലേഷൻ, തർജ്ജമ പറയുമ്പോ ട്രാൻസ്ലേഷൻ അല്ലേ? അല്ലേ? നമ്മൾ കലമുൻ, ഇത് പേനയാകുന്നു, ഇങ്ങനെ പറയില്ലേ? നമ്മൾ പറഞ്ഞു കൊടുക്കൂലേ? അതാണ് ട്രാൻസ്ലേഷൻ മെത്തേഡ്. അതാണ് തഖദുമു ദുറൂസ് ബിൽ ലുഗത്തിൽ ഉമ്മ. അതായത് നമ്മുടെ മാതൃഭാഷയിൽ പച്ച മലയാളത്തിൽ അറബി പഠിപ്പിക്കുക. അതാണ് ട്രാൻസ്ലേഷൻ മെത്തേഡ്. അപ്പൊ ഏതാണ് ഉത്തരം? ഉത്തരം യെസ്, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി. ഓക്കെ, തരീഖത്തു തർജ്ജമ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അല്ലെ? ഒരു അധ്യാപകൻ പഠിപ്പിക്കുക വിവാസത്തിൽ ലോകത്തിൽ മഹല്ലിയ, അവിടെയുള്ള ലോക്കൽ ലാംഗ്വേജ് ഏത് ഭാഷയാണോ ആ നാട്ടിലുള്ളത് ആ ഭാഷയിൽ പഠിപ്പിക്കുക. ഇതിന്റെ ഗുണം എന്താ? വളരെ സിമ്പിൾ ആയിട്ട് വലിയ അധ്വാനം ഒന്നും ഇല്ലാതെ നമുക്ക് സിമ്പിൾ ആയി നിയമങ്ങളും ഘടനയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അത് ഇതിന്റെ ഒരു ഗുണമാണ് അല്ലെ? ശരിയല്ലേ? പേന, ഹാദാ കലമുൻ എന്ന് പറഞ്ഞിട്ട് ഇത് പേനയാകുന്നു എന്ന് പറയുന്നതിന് പകരം പേന നമുക്ക് അതിനൊന്ന് അറബി പറഞ്ഞു കൊടുക്കണമെങ്കിൽ എങ്ങനെ വേണം? കലമിന് നമുക്ക് മലയാളം പറയാൻ പറ്റൂലെങ്കിൽ അതാത്തുൽ കിതാബ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ അത് കുറച്ച് പണിയല്ലേ? അപ്പൊ പണിയില്ലാതെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും തർജ്ജമയില്. പക്ഷെ ഇതിന്റെ ഗുണം എന്താ അല്ലെ? എന്താണ്? സംഗതി തിരക്കടില്ല, പക്ഷെ തല പൊയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെ അറബിക്ക് കുട്ടിക്ക് എന്ത് ചെയ്യില്ല, ഒരു പ്രാക്ടീസും കിട്ടൂല, ഒരു ഗുണം ഉണ്ടാവില്ല, ഒരു പ്രാക്ടീസും അതിൽ കിട്ടൂല. കുട്ടിക്ക് സംസാരിക്കാനോ ലിസൺ ചെയ്യാനോ ഒരവസരവും ലഭിക്കൂല. കുട്ടിക്ക് ആ കഴിവുകൾ നേടാനുള്ള ഒരു ഉപയോഗം അതുകൊണ്ട് ഉണ്ടായിരിക്കൂല. ഇത് ക്ലാസിക്കൽ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത്. പഴയ കാലത്തെ പണ്ടേയുള്ള മെത്തേഡ് ക്ലാസിക്കൽ മെത്തേഡാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഇപ്പോഴത്തെ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പ്രകാരം ശരിയല്ല. ഇപ്പോ ഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ? ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഏതാണ്? وقدرة على التوظيف المهارة اللفظية واللغوية والصوتية ومهارة الفصاحة للتواصل مع الآخرين سواء على المستوى الاستيعاب والتعبير. വലിയൊരു 3 വരി 4 വരി പറഞ്ഞിക്കാണ് എന്റെ ഓപ്ഷൻ കണ്ടു, ഒറ്റ വാക്ക്. അങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കുന്നത് ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് ഡെഫിനിഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ,
എന്ന് വെച്ചാൽ നോക്കിയേ, തൗലീഫുൽ മഹാറത്തുൽ ലഫ്ലിയ എന്താപ്പാ പറഞ്ഞത്? തൗലീഫുൽ മഹാറത്തുൽ ലഫ്ലിയ വല്ലുഗവിയ, പദങ്ങളുടെ സ്കില്ല്, പദങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കാനുള്ള സ്കില്ല്, വല്ലുഗവിയ ഭാഷ ഉപയോഗിക്കാനുള്ള സ്കില്ല്, സൗത്തിയ നമ്മുടെ ശബ്ദം ഉപയോഗിക്കാനുള്ള സ്കില്ല്, മഹാറത്തുൽ ഫസാഹ വാക്ക് ചാതുരി ഉപയോഗിക്കാനുള്ള സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ ഉള്ള സ്കില്ല്, മൽ ആഖരീൻ മറ്റുള്ളവരുമായി, സവാഉൻ അല മുസ്തവൽ ഇസ്തിയാബ് വ തഅബീർ, അല്ലെ? അത് ഇസ്തിയാബ് കോംപ്രിഹെൻഷൻ ലെവലിലാണെങ്കിലും എക്സ്പ്രഷൻ ലെവലിലാണെങ്കിലും മറ്റുള്ള ആൾക്കാരോട് വർത്താനം പറയാനും ഭാഷ ഉപയോഗിക്കാനുമുള്ള കഴിവ്. ഇത് എന്തിന്റെ ഡെഫിനിഷനാണ്? എന്താപ്പാ പറഞ്ഞത്? വർത്താനം പറയാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. മറ്റുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഭാഷയും ലഫ്ളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളോട് എന്താണ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. എന്താ? വർത്താനം പറയാ. ഏതാണ് അപ്പോ? തഹദ്ദുസ് ആണ്, അല്ലെ? ഡെഫിനിഷൻസ്, പെഡഗോജിയിലെ ഡെഫിനിഷൻസ് ഇങ്ങനെ ഉണ്ടാവുക. പഴംപൊരിന്റെ ഡെഫിനിഷൻ പറയുന്ന പോലെ, അല്ലെ? പഴം ഇതളിതളായി മുറിച്ച് നാളികേരത്തിൽ തെളിനീരാകുന്ന വെളിച്ചെണ്ണയിലിട്ട് മുക്കിയെടുക്കുമ്പോൾ വരുന്ന പ്രതിഭാസം എന്താ? പഴംപൊരി. അതേമാതിരിയാണ് ഡെഫിനിഷൻസ് വരിക. വലിയോ എന്തൊക്കെയോ പറയുന്നത്, എങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയാലും കിട്ടൂല. പക്ഷെ ഒന്നും ഉണ്ടാവൂല അതിൽ. ഇപ്പൊ ഈ വർത്താനം പറയുന്നതാണ് ഇപ്പൊ ഇത്രയും 3 വരിയില് ഡെഫിനിഷൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്? തളരരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലൈസമിൻ ജബുത്തദരിസ്, താഴെ കൊടുത്തതില് ഏതാണ് ലേണിംഗ് എൻവയോൺമെന്റിൽ പെടാത്തത്? ലേണിംഗ് എൻവയോൺമെന്റിൽ പെടാത്തത് ഏതാണ്? അൽ ഇഷ്തിറാഖ് ഫിൽ ഇൽറാബ്, സമരത്തിൽ പങ്കെടുക്കുക, അത്തഅല്ലുമുൽ ജമാഇ ഗ്രൂപ്പ് ലേണിംഗ്, തആവുനി കോപ്പറേറ്റീവ് ലേണിംഗ്, തശാറുക്കി കൊളാബറേറ്റീവ് ലേണിംഗ്. ഇതിൽ ഏതാണ്? സിമ്പിൾ ആണ്, ഓപ്ഷൻ എ ആണ്, അല്ലെ? കാരണം എന്താണ്? നമുക്കറിയാം തഅല്ലുമുൽ ജമാഇ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ലേണിംഗ് ആണ്, ഗ്രൂപ്പായിട്ട് പഠിക്കല്. തആവുനി കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. തശാറുക്കി കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ഒരു പഠനത്തിന്റെ സംഗതിയിൽ പെടാത്തത്? ഏതാണ്? സമരത്തിൽ പങ്കെടുക്കുക, സ്ട്രൈക്കിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് എന്തല്ല ലേണിംഗ് എൻവയോൺമെന്റ് അല്ല. പക്ഷെ നമുക്ക് അവിടെ നിന്നൊക്കെ കാണുമ്പോൾ ഇഷ്തിറാക്ക്, തശാറുക്കുമായിട്ട് കുറെ ബന്ധമൊക്കെ ഉണ്ട്. താവുണ്ട്, ഷീനുണ്ട്, റാവുണ്ട്, കാഫുണ്ട്. ഷൈനുദ താവുദ റാവുദ കാഫുദ, അത് വേറെന്തോ ടൈപ്പ് മെത്തേഡാന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ തോന്നരുത് കേട്ടോ. യെസ്, അടുത്തത് നോക്കൂ. മിൻ ഖുതുവാത്തിൽ ഒരു ദിവസത്തെ ഖുതുവ ദർസുൽ യൗമി എന്ന് പറയുന്നത് ലെസൺ പ്ലാൻ ആണ്. ഒരു ദിവസത്തെ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ സ്റ്റെപ്പിൽ പെട്ടതാണ് ഏത്? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് വേഗം ഒന്ന് ആൻസർ ചെയ്യും. നോക്കൂ. യെസ്, ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ സ്റ്റെപ്പ് ഏതാണ്? ഖിറാഅത്തുൽ മൗദൂഅൽ മുറാദ് തദ്രീസ്, നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വായിക്കുക. വേണോ? വിഷയം വായിക്കണോ? ലെസൺ പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ആ പാഠം ഒന്നും വായിച്ചു നോക്കാതെ ലെസൺ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. വിഷയം വായിക്കണം. സിയാഗത്തുൽ അഹ്ദാഫ് സുലൂക്കിയ ബിശക്ലിൻ, വളരെ സൂക്ഷ്മമായ രീതിയിൽ അതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം. എന്തിനാ അപ്പൊ ഇത് പഠിപ്പിക്കാന്നുള്ള ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് ഉണ്ടാക്കണം. വേണം. പിന്നെയോ എഴുതാതൽ മവാദുൽ വസാലു താലിമൽ മുനാസിബ, യോജിച്ച ടീച്ചിങ് ലേണിംഗ് മെത്തേഡുകൾ, മവാദുകൾ, കണ്ടന്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതും വേണം. അപ്പൊ പിന്നെന്താണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഡി, കുല്ലു മാസബക്ക. ഒക്കെ ശരിയാണ്. അപ്പൊ ഈ ഒരു ടൈപ്പിലാണ് എന്തുണ്ടാവുക? ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോ ഉത്തരങ്ങൾ അറിയാത്തത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. അങ്ങനെ ശരിയായ രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമുള്ളൂ. PSC ആണെങ്കിലും ശരി, കേഡറ്റ് ആണെങ്കിലും ശരി, വ്യവസ്ഥാപിതമായ ഒരു പഠനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ ഒരു എക്സാമുകൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ മടി പിടിക്കാതെ, മറ്റുള്ള തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നിയ്യത്ത് വെച്ച് അതിന് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങാം. ഇൻഷാ അല്ലാഹ് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും, കിട്ടാതിരിക്കൂല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, വിജയം നൽകട്ടെ. ഉസീക്കും ബിദ്ദുആ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.